അജിത് കുമാറിനെതിരെയും അൻവർ മുന്നോട്ട് വെച്ച ആരോപണങ്ങളിലും പരാതികളിലുമുള്ള അന്വേഷണം കാര്യക്ഷമമായും കൃത്യമായും വിശ്വസനീയമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ എന്തിന് വിശ്വസിക്കണം? അതിന്റെ കാരണം രണ്ടാണ്. ഒന്ന്, അൻവറിന് വിശ്വാസമില്ല, തെളിവ് നശിപ്പിക്കലടക്കം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കൃത്യമായി അൻവർ പറയുന്നു. രണ്ടാമത്തേത്, ഈ പരാതി അട്ടിമറിക്കപ്പെടാൻ ശ്രമമുണ്ടായാൽ ഞാൻ ഇടപെടും എന്ന് പറയുന്നു. തനിക്ക് ഏറ്റവും വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ആ പരാതി അട്ടിമറിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നതാണ് ഭരണപക്ഷ MLA എങ്കിൽ പ്രതിപക്ഷം അത് വിശ്വാസത്തിലെടുക്കണം എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ ഡോക്ടർ പ്രേംകുമാർ? വളരെ ആവേശത്തിൽ പറയാനല്ല, ഒരു 4 കാര്യങ്ങൾ പറയാനാണ് എന്നെ അനുവദിക്കേണ്ടത്. ഒന്ന്, കുറച്ച് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പ് PV അൻവർ MLA MM ഹസന്റെ പ്രതികരണത്തിന് മറുപ്രതികരണമായിട്ട് FBയിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയിലും മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളിലും 100% വിശ്വാസമുണ്ട് എന്ന്. അതേസമയം തന്നെ ഭരണപക്ഷ MLA ആയ PV അൻവർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കേരളത്തിലെ പോലീസ് ഫോഴ്സിനകത്ത് നിൽക്കുന്ന നെറികേടുകൾക്കെതിരെ അദ്ദേഹം തുടങ്ങിയിട്ടുള്ള സമരം അത് തേച്ചു മായ്ച്ച് കളയാൻ, അതിന്റെ തെളിവുകൾ ഇല്ലാതാക്കാൻ ഇതേ ഫോഴ്സിന് ഉള്ളിലുള്ള ആളുകൾ തന്നെ ശ്രമിക്കുമെന്നും അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ആ ശ്രമത്തിനെതിരെ വളരെ വിജിലന്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ മാധു പറഞ്ഞ ഈ സംശയം ഇന്ന് കേരള ഹൈക്കോടതിയുടെ മുന്നിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ADGPയെ നിലനിർത്തിക്കൊണ്ട് നടക്കുന്ന അന്വേഷണം ശരിയായി നടക്കില്ല എന്നും അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും ആ ഹർജി കേരള ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ റിവലേഷൻസ് വന്ന ഉടനെ തന്നെ SIT ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ഫൈൻഡിങ്സ് വരുന്നതിന് മുമ്പ് അന്വേഷണം നടക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളത്. പിന്നെ ഇത് കേരളത്തിലെ പോലീസിന് മാത്രം പ്രശ്നമല്ല, ആ കാര്യം കൂടി കാണേണ്ടത്. കോമൺ കോസ് എന്ന് പറഞ്ഞ ഒരു NGO നടത്തിയ 2018 പഠനത്തിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയിലുള്ള 44% ആളുകൾക്കും പോലീസിനെ പേടിയാണ്. അതായിരിക്കെ തന്നെ പോലീസ് ഇങ്ങനെ ആയിരിക്കണം, ഫോഴ്സ് ഉപയോഗിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് 50% ആളുകളും. ഭരചന്ദ്രൻ എന്നുള്ള സിനിമയും ഇൻസ്പെക്ടർ ബൈജു എന്നുള്ള സിനിമയും ഒക്കെ നമുക്ക് ഭയങ്കര ആവേശമാണ്. തോർത്തിന്റെ ഉള്ളിൽ ഇളനീര് കെട്ടിയിട്ട് ആളുകളെ ഇടിച്ച് ചമ്മന്തിയാക്കുന്ന പോലീസിന് കൈമുട്ടുന്ന ആളുകളാണ് നമുക്കെതിരെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. പക്ഷെ ഒരിക്കലും ഒരു ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കേണ്ടതും ചെയ്യേണ്ടതും ഇത്തരത്തിലുള്ള ടെൻഡൻസീസ് പോലീസിനുള്ളിൽ വെച്ചു പൊറുപ്പിക്കാനാവരുത്. പോലീസ് എക്സസ് എന്നുള്ളത് ഇന്ത്യൻ പോലീസ് ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്, അഭിജിത്ത് എന്നോട് പിണങ്ങരുത്, ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അടിയന്തരാവസ്ഥ കാലത്താണ്. പിന്നെ പഞ്ചാബ്, നോർത്ത് ഈസ്റ്റിലുള്ളത്, മാവോയിസ്റ്റുകൾക്കെതിരെയുള്ളത്, ഇത്തരം അക്രമങ്ങളിലാണ് പോലീസിന്റെ എക്സസ് ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ 4 കാര്യം പറയണമെന്ന് അങ്ങ് ആവശ്യപ്പെട്ടു. അങ്ങേക്ക് അതിന് സമയം നൽകണം എന്ന് അങ്ങ് തുടക്കത്തിൽ തന്നെ പറയുകയും ചെയ്തു. 2 കാര്യം അങ്ങ് പറഞ്ഞതുകൊണ്ട് ആ 2 കാര്യത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞതിന് ശേഷം അങ്ങേക്ക് മറ്റു 2 കാര്യങ്ങൾ പറയാനുള്ള അവസരം ഞാൻ കൃത്യമായി തരും. ഡോക്ടർ പ്രേംകുമാർ, അതായത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി പോലീസ് അട്ടിമറിക്കാനുള്ള ശ്രമം തുടങ്ങി എന്നാണ് പറയുന്നത്. അതെന്ത് പോലീസും എന്ത് ആഭ്യന്തര വകുപ്പുമാണ് എന്ന് മൂക്കത്ത് കയറി വെക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്തേത്, ഹൈക്കോടതി തള്ളി എന്ന് പറഞ്ഞതിൽ ആ മറുപടിയിൽ അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്കില്ല എന്ന്. ആ പരാതിയിൽ പറഞ്ഞതിന്റെ പേരിലാണ് കൃത്യമായ സർക്കാർ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് വളരെ സാങ്കേതികമായ കാര്യമാണ്. അതായത് ആ ഹർജിയിലെ ആദ്യത്തെ ലൈനാണത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇത് തള്ളിയത് എന്നത് പ്രശ്നം. പിന്നെ മൂന്നാമത് അങ്ങൊരു കാര്യം ഉന്നയിച്ചത് പോലീസിന് നമ്മൾ കൈയടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഭരചന്ദ്രൻ IPSനും നമ്മൾ ഇൻസ്പെക്ടർ ബിജുവിനും ഒക്കെ കൈയടിച്ചിട്ടുണ്ടെന്നാണ്. മാധ്യമങ്ങൾ കൈയടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മിനിമം എൻ്റെ കാര്യത്തിലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ 8 വർഷമായിട്ട് പോലീസിന് കൈയടിക്കുക എന്ന് പറഞ്ഞാൽ അതിക്രൂരമായി ഇപ്പോൾ കേരള പോലീസിന്റെ ഇടിമുറികളിൽ, ലോക്കപ്പുകളിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചിട്ടുള്ള മനുഷ്യരോട് ചെയ്യുന്ന അനാദരമായി പോകും. കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ശ്രീജിത്തിനെ പറ്റി. മറ്റെത്ര പേരുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല, ട്രെയിനിൽ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയ ആളുകളെ പോലീസ് തല്ലി എന്ന് പറഞ്ഞ് കൈയടിച്ച ഈ പറയുന്ന മുഴുവൻ സമൂഹ മാധ്യമങ്ങളോടും കലഹിച്ചിട്ടേ ഉള്ളൂ. അത് അങ്ങനെ ചെയ്യരുത്. കാരണം ഇൻസ്പെക്ടർ ബിജുവിന് ജീവിക്കാൻ കഴിയുന്നത് വെള്ളിത്തിരയിൽ മാത്രമാണ്, ജീവിതത്തിലല്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ന ജനറലൈസേഷൻ വേണ്ടതില്ല എന്ന് തോന്നുന്നു. അങ്ങേക്ക് തുടരാം. ഓക്കെ, മാധുവിനെ ഞാൻ അതിൻ്റെ അകത്ത് ഒഴിവാക്കിയിരിക്കുന്നു. മാധു കൈയടിച്ചിട്ടില്ല. പക്ഷെ എവിടെയാ പ്രശ്നം എന്നറിയോ? ഈ കഴിഞ്ഞ 8 വർഷക്കാലത്തെ പ്രശ്നങ്ങൾ മാത്രം കാണുമ്പോഴാണ്. കഴിഞ്ഞ 8 വർഷം മാത്രമായിട്ട് ഫോം ചെയ്ത് വന്നതല്ല പോലീസ് ഒരു കാരണവശാലും. ചുരുങ്ങിയത് 60-65 വർഷത്തെ ചരിത്രമുള്ളതാണ്. ഇതിനെ റിഫൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു ലോങ് പെർസ്പെക്റ്റീവിൽ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ റിഫോം ചെയ്യാനുള്ള, റിഫൈൻ ചെയ്യാനുള്ള, മെച്ചപ്പെടുത്താനുള്ള ഒരുപക്ഷെ സമീപകാല കേരള ചരിത്രത്തിൽ വന്നിട്ടുള്ള ഏറ്റവും സമഗ്രമായ, ഏറ്റവും ശക്തമായ ഇടപെടലാണ് ഭരണപക്ഷത്തെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു MLA ആയിട്ടുള്ള PV അൻവർ തന്നെ
ADGP-ക്കെതിരെയും മലപ്പുറത്തെ 2 SP-മാർക്കെതിരെയും ഒരു പരിധിവരെ CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരെ ഇത്രയും കൃത്യമായ ഭാഷയിൽ, അതായത് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അതിനെപ്പറ്റി ADGP-യെ നിലനിർത്തിക്കൊണ്ട് അന്വേഷിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ സ്കൂളിലെ പ്യൂണിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെ കണിശമായിട്ട് ഇത് പറയുന്നത് ഇന്നേ വരെയുള്ള കേരള സൊസൈറ്റി കാണാത്ത രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. അതിനെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. പക്ഷേ ഇന്ന് രാവിലേക്ക് എന്തുകൊണ്ട് പോലീസ് മുഴുവൻ നന്നായില്ല, എന്തുകൊണ്ട് മുഴുവൻ ആളുകളെയും പിരിച്ചുവിട്ടില്ല എന്ന് നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്ന പോലെ നടക്കില്ലല്ലോ. ഇദ്ദേഹം ഈ കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുന്നേ തന്നെ SIT ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്വേഷണം നടന്നിട്ടുണ്ട്, സുജിത് ദാസ് പറഞ്ഞ ആളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞ പോലെ ഒരു പോലീസ് ഓഫീസറെ അദ്ദേഹത്തിന്റെ പൊസിഷനിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ, സസ്പെൻഡ് ചെയ്യുന്നതിൽ, ഡിസ്മിസ് ചെയ്യുന്നതിലൊക്കെ കൃത്യമായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഫോളോ ചെയ്യാതെ ചെയ്യുന്നത് പിന്നെയും വിഡിതമായിരിക്കും. എന്തായിരുന്നാലും ഭരണപക്ഷത്ത് തന്നെയുള്ള ഒരു MLA തുടങ്ങി വെച്ചിട്ടുള്ള ഈ സമരത്തിന് അതിന്റെ കൂടെ നിൽക്കുക തന്നെ ചെയ്യാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയും മുന്നണിയും സർക്കാരും. അത് മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സെക്രട്ടറിയും LDF കൺവീനറും വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി.